ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് തങ്ലാൻ ട്രെയിലർ, മൈ ഒപ്പീനിയൻ. തങ്ലാൻ ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. തങ്ലാൻ ട്രെയിലർ ചിയാൻ വിക്രമിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. പാരഞ്ജിത്താണ് സംവിധായകന്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കാണുമ്പോൾ 4.2 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ് നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിലർ. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ വിസ്മയിച്ച് നിൽക്കുകയാണെന്ന് പറയാം. കാരണം അത്ര മനോഹരമായൊരു ട്രെയിലർ, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മൂവിയായിട്ട് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. കാരണം ഇത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ വളരെ ഒരു ഹൈപ്പ് ഉള്ളൊരു ചിത്രമായിരുന്നു. കാരണം പാരഞ്ജിത്തും ചിയാൻ വിക്രവും, അതോടൊപ്പം ചിയാൻ വിക്രം ഐക്ക് ശേഷം, അതായത് ഐയിലാണ് അദ്ദേഹം ആ ശരീരഭാരമൊക്കെ കുറച്ച് അഭിനയിച്ചത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം തൻ്റെ ശരീരഭാരമൊക്കെ കുറച്ച് ഇതിൽ അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ ചിത്രത്തിന് മേലൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ വളരെ മനോഹരമായ വിഷ്വൽസും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ലുക്കും, അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റൊക്കെ കുറിച്ചുകൊണ്ടുള്ളൊരു ലുക്കും എല്ലാം കണ്ടപ്പോൾ വീണ്ടും ചിത്രത്തിന് മേലൊരു ഹൈപ്പ് കൂടുകയാണ്. നല്ല മനോഹരമായൊരു ട്രെയിലറാണ് ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. നല്ലൊരു ട്രെയിലർ, നല്ലൊരു സിനിമയായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ പാരഞ്ജിത്ത് ആയതുകൊണ്ട് തന്നെ പാരഞ്ജിത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അട്ടകത്തി, രണ്ടാമത്തെ ചിത്രം മദ്രാസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് കാർത്തികയെ വെച്ച്. പിന്നെ രജനീകാന്തിൻ്റെ കൂടെ കാള, കബാലി, പിന്നെ ആര്യ നായകനാക്കിയിട്ട് സർപ്പട്ട പരമ്പരയൊക്കെ വളരെ ഹിറ്റായ ചിത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകനും വിക്രമും, വിക്രം അതായത് കമലഹാസൻ കഴിഞ്ഞാൽ തമിഴകത്തിൻ്റെ ആ ഒരു അഭിനയത്തിൽ ആ ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു നടനാണ് വിക്രം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം കൂടി ചേരുമ്പോൾ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വേറൊരു ലെവലായിരിക്കും. ഇത് തങ്ലാൻ എന്ന് പറയുന്നത്, തങ്ലാൻ എന്ന വാക്ക് അല്ലെങ്കിൽ തങ്ലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സൺ ഓഫ് ഗോൾഡ്, അതായത് സ്വർണത്തിൻ്റെ പുത്രൻ എന്ന ആ ഒരു ഇതാണ് തങ്ലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഗോൾഡ് ബേസ് ആയിട്ടുള്ളൊരു കഥ. വിക്രമിനെ കൂടാതെ പാർവതി തിരോത്ത്, വാളമിക മോഹനൻ, പശുപതി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. നല്ല മനോഹരമായ സ്റ്റണ്ട് സീക്വൻസൊക്കെ കണ്ടു. അതോടൊപ്പം ചില വിഷ്വൽസൊക്കെ വളരെ ഇതായിട്ട് തോന്നി. പാമ്പ് കഴുത്തിൽ പിടിക്കുന്ന ചില വിഷ്വൽസൊക്കെ കാണും, അതൊക്കെ വളരെ ഇതായിട്ട് തോന്നി. അപ്പോൾ ഏതായാലും നല്ലൊരു പ്രതീക്ഷ നൽകുന്നൊരു ട്രെയിലറാണ് തങ്ലാൻ എന്നുള്ളത്. അതോടൊപ്പം സൂര്യയുടെ കസിനായ ജ്ഞാനവേൽ രാജാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ജി വി പ്രകാശാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് കിഷോർ കുമാറാണ്. ഏതായാലും വളരെ പ്രോമിസ് നൽകുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നാഷണൽ അവാർഡ് ലോഡിംഗ് എന്ന് തോന്നുന്നു വിക്രത്തിന്. കാരണം ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യുന്നൊരു നടനാണ് വിക്രം എന്ന് പറയുന്നത്. നമ്മളത് കാശിയിലും സേതുവിലും അയ്യിലും അദ്ദേഹത്തിന് മിക്ക സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട്. ഗെറ്റപ്പ് ചേഞ്ചിന് വേണ്ടി എത്ര വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമോ അത്രയും ചെയ്യുന്നൊരു മനുഷ്യനാണ് വിക്രം എന്നത്. കഥാപാത്രത്തിന് വേണ്ടി അല്ല ഗെറ്റപ്പിന് വേണ്ടി എന്ത് ചെയ്യണമെന്നോ അതെല്ലാം അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഡെഡിക്കേഷൻ ലെവലും എടുത്തു പറയേണ്ടതാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ. ഉറപ്പായിട്ട് ചിത്രം ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിക്രത്തിന് ആ പിതാമകൻ എടുത്തു പറയേണ്ടതാണ്. ഈ ലിസ്റ്റിൽ പിതാമകനും എടുത്തു പറയേണ്ടതാണ്. അതിലെ അഭിനയം വളരെ മനോഹരമായിരുന്നു. അപ്പോൾ വിക്രത്തിന് ഒരു നാഷണൽ അവാർഡ് ലോഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടപ്പോൾ. ഏതായാലും ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് തങ്ലാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.